Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. യേശുവേ സ്തോത്രം 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 സ്തോത്രം. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്ന യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്ന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി മാസ്റ്റർ, താങ്ക് യു ഹോളി മാസ്റ്റർ, താങ്ക് യു ഹോളി മാസ്റ്റർ. യേശുവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നപ്പാ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി മാസ്റ്റർ, താങ്ക് യു ഹോളി മാസ്റ്റർ. യേശുവേ നല്ലൊരു പകൽ കൂടെ കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അവിടെ നിന്ന് പകർന്ന എല്ലാ കൃപകൾക്ക് നന്ദി പറയുന്ന യേശുവേ, എല്ലാ കൃപകൾക്ക് നന്ദി പറയുന്ന യേശുവേ, എല്ലാ കൃപകൾക്ക് നന്ദി പറയുന്ന യേശുവേ, അവിടെ നിന്ന് പകരുന്ന എല്ലാ കൃപകൾക്ക് നന്ദി പറയുന്ന യേശുവേ, അവിടെ നിന്ന് പകരുന്ന എല്ലാ കൃപകൾക്ക് നന്ദി പറയുന്ന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി Spirit, thank you, Holy Master. Oh, love you, Jesus, love you, Jesus, love you, Holy Spirit, love you, Holy Spirit, thank you, Holy Master. യേശുവേ സ്തോത്രം 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 സ്തോത്രം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും
ദയയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ല. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ല. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. ഓ കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 യേശുവേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ കൃപ, എല്ലാവരും നാവുകളെ തുറന്നയാൽ കൃപയാൽ, ഓ കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ കൃപ യേശുവേ. ഒരു വലിയ ദൈവകൃപ, കൃപ ഒന്നു മാത്രം യേശുവേ. ഓ ആരാധന 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 യേശുവേ. ആരാധന പിതാവേ, ആരാധന പുത്രനേ, ആരാധന. ലവ് യു ഹോളി മാസ്റ്റർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ആരാധന പിതാവേ, ആരാധന. ഞങ്ങൾ യേശുവേ ഒരുമിച്ച് ആരാധന, ഞങ്ങൾ സഭയായി കുടുംബങ്ങളായി ഞങ്ങൾ ദേശനിവാസികൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്ന യേശുവേ. പിതാവേ, ആരാധന. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വലിയ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആരാധന ആരാധന. പിതാവേ, വിശ്വസ്തനെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നപ്പാ. അല്പസമയം കൂടെ ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ജയമായി മാറട്ടെ, വലിയ വിടുതലിനും പ്രയോജനത്തിനും കാരണമായി മാറട്ടെ കർത്താവേ. മഹത്വം അവിടെ നിന്ന് എടുക്കും. പ്രാർത്ഥന കേട്ട വിശ്വസ്തതയ്ക്ക് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വരിക, നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പകരുന്ന എല്ലാ കൃപകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മലയം ദൈവസഭ ഫാമിലിയുടെ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പം പോലും സമയം കളയാതെ തുറക്കുക കൊലോസ്യ ലേഖനം 1-ാം അധ്യായം, അതിന്റെ 28, 29 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് ശ്രദ്ധിക്കുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം, അതിന്റെ 28, 29 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങൾ 4 ഉണ്ട്. അതിനകത്ത് ഏറ്റവും സവിശേഷതയേറിയ വ്യത്യസ്തമായൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം എഴുതുന്ന സാഹചര്യത്തിൽ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള
ദുരുപദേശങ്ങൾ വ്യാപരിക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിലാണ് കൊലോസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനായി എടുക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ ഒന്നുകൂടെ വായിച്ചാട്ടെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. പൗലോസ് പറയുന്നു, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്നതിനാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഞാൻ അധ്വാനിക്കുന്നത്. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്കെല്ലാം അറിയാകുന്ന ഒരു വലിയ സത്യമുണ്ട്. നമുക്കൊരിക്കലും തികഞ്ഞവരാകാൻ കഴിയത്തില്ല, പക്ഷെ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ കഴിയും. ഇന്ന് പകലിൽ നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു പെർഫെക്റ്റ്നെസ് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എല്ലാ മേഖലകളിലും ഒരു തികവ് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണമേ. നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു തികവ് വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. ആരാണ് അവൻ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ലോകത്തിന്റെ രക്ഷിതാവ്, പാപികൾക്ക് വീണ്ടെടുപ്പുകാരൻ, രോഗികൾക്ക് സൗഖ്യദായകൻ, തകർന്നിരിക്കുന്നവനെ പണിയുന്നവൻ, ഉടഞ്ഞിരിക്കുന്നവനെ ഉയർത്തുന്നവൻ. അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ. അതെന്തിനാണ് പൗലോസ് അറിയിക്കുന്നത്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക എന്നുള്ളതാണ്. അതെ, അതിന്റെ തൊട്ടു മുകളിൽ ഒരു വാക്യമുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. മലയം ദൈവസഭയുടെ ഒരു ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ശുശ്രൂഷകളുടെ ആരംഭങ്ങളിലും ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, വചനമാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഞാനിങ്ങനെ പറയാം, അതൊരു വലിയ സബ്ജക്റ്റ്, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ ആ വചനം ഇങ്ങനെ, നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു തികവുള്ളവനാണ്. നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു തികവുള്ളവനായതുകൊണ്ട് നിങ്ങളെയും തികവുള്ളവനാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു തികവുള്ളവനാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു തികവുള്ളവനായതുകൊണ്ട് നിങ്ങളെയും തികവുള്ളവരാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്ക് ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ തികവുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 1 കൊരിന്ത്യർ 2:6 വാക്യം. 1 കൊരിന്ത്യർ 2:6. ഇന്നത്തെ സന്ദേശം ഇച്ചിരി ഗഹനമാണ്. ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ ചില കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ഉള്ളത്തിനകത്ത് പതിയത്തുള്ളൂ. വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കുക. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അതിന്റെ അർത്ഥം കൊരിന്ത്യ സഭയിൽ തികഞ്ഞവരുണ്ട്. അടുത്ത ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ. അതിന്റെ 10 മുതലുള്ള വാക്യം. അവന്റെ മരണത്തോട്, അതിന്റെ തൊട്ടുമുകളിൽ, അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുക. ശ്രദ്ധിച്ച്, അവനിലിരിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലിരിക്കുക. എങ്ങനെ ഒരുവൻ തികഞ്ഞവനായി വരുന്നേ? എങ്ങനെ ഒരുവനിൽ തികവ് വെളിപ്പെടുന്നത്? ക്രിസ്തുവിലിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളിലല്ല നാം ഫോക്കസ് ചെയ്യേണ്ടത്. നാം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിലായിരിക്കണം. ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാകാം, ഒത്തിരി വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ടാകാം, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ വചനം പറയുന്നു, നമ്മുടെ ശ്രദ്ധ മറ്റ് പ്രതിസന്ധികളിലോ പ്രശ്നങ്ങളിലോ അല്ല നമ്മൾ കൊടുക്കേണ്ടത്, മറിച്ച് നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കണം. നിങ്ങൾക്കറിയാമോ, പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലേക്ക് വരുമ്പോൾ ആ വലിയ പ്രതിസന്ധിയിൽ പത്രോസ് നോക്കിയപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായി പത്രോസിന് മാറി. എന്നാൽ പ്രതിസന്ധികളെ വിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് പത്രോസ് നോക്കിയപ്പോൾ ആ പ്രതികൂലമാകുന്ന വെള്ളത്തിന്റെ മുകളിൽ
പാത്രോസിന് നടക്കാൻ കഴിഞ്ഞു എങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, എനിക്ക് എൻ്റെ കർത്താവിനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് രുചിച്ചറിയണം. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല. വാക്കൊന്ന് വായിച്ചേ, 12ാമത്തെ വാക്യം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ. ഞാൻ ക്രിസ്തേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം, 14ാമത്തെ വാക്യം. ഒന്നു ഞാൻ ചെയ്യുന്നു, പുറകിലുള്ളത് ഞാൻ മറന്നിട്ട് മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുവേൻ. അപ്പോൾ നമ്മുടെ ഇടയിൽ തികഞ്ഞവരുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തികഞ്ഞവനാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 28ാമത്തെ വാക്യം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 28ന്റെ 2ാം ഭാഗം പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 7ന്റെ 28. ഇന്നത്തെ ശുശ്രൂഷ കഴിവതും നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ കാണുക. മറ്റുള്ളവർക്കും ഇന്നത്തെ ശുശ്രൂഷ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിവതും നിങ്ങൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കാണുക. വായിച്ചാൽ ന്യായപ്രമാണം അതിന്റെ 2ാം ഭാഗം വായിച്ചു. 7ന്റെ 28ന്റെ 2ാം ഭാഗം. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രൻ എന്നേക്കും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. എബ്രായ ലേഖനം 7ന്റെ 28 പറയുന്നു, എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും തികഞ്ഞവനാണ്. യോഹന്നാൻ 17:4 പെട്ടെന്നൊന്ന് വായിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി പുത്രൻ തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തികവുള്ളവനാണ്, തികഞ്ഞവനാണ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ ഞാൻ തികച്ചിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തികവുള്ളവനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാ മേഖലകളിലും തികഞ്ഞവനാണ്. ഇങ്ങനെ തികഞ്ഞവനായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിനകത്ത് വസിക്കുന്നു. നല്ലൊരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഒരു ആമേൻ പറഞ്ഞോ. തികഞ്ഞവനായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിനകത്ത് വസിക്കുന്നു. ആ ഉള്ളത്തിനകത്ത് വസിക്കുന്ന കർത്താവിന്റെ തികവ് ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ഞാൻ ആവർത്തിച്ച് പറയാം, തികഞ്ഞവനായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിനകത്തുണ്ട്. ആ കർത്താവിന്റെ തികവ് എല്ലാ മേഖലകളിലും വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. കൊലോസ്യ ലേഖനത്തിൽ ആ ഭാഗം ഒന്നുകൂടെ എടുക്കണേ. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികവുള്ളവൻ. ആരോ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണോ തികവ് ലഭിക്കുന്നത്? ഏതെങ്കിലും ഒരു രാജ്യത്തിൽപ്പെട്ടവർക്കാണോ തികവുണ്ട്? നോ, ഞാൻ നിങ്ങളോട് പറയാം, ഏതു മനുഷ്യനും. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ചില മനുഷ്യരെന്നല്ല, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ. ചില മനുഷ്യരെന്നല്ല, ഏതു മനുഷ്യരെയും. ഈ നമ്മൾ മനുഷ്യരാണ് ചില വിഭാഗീയതകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യരാണ് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വിഭാഗീയതകൾ കൊണ്ടുവന്ന് മനുഷ്യരെ തന്നെ മാറ്റി നിർത്തുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ പ്രത്യേകത അതല്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതും ഏതു മനുഷ്യർക്കും വേണ്ടിയാണ്. ഭൂമിയിലുള്ള സകല മാനവരാശിക്കും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. എന്നാൽ മനുഷ്യൻ കൊണ്ടുവന്ന സിസ്റ്റമാണ് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ, വർണ്ണവർഗത്തിന്റെ പേരിൽ മനുഷ്യരെയൊക്കെ മാറ്റി നിർത്തുക. സാക്മുനൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഇംഗ്ലീഷുകാരുടെ ഒരു ആരാധന നടക്കുവാണ്. ഇംഗ്ലീഷുകാരുടെ ഒരു വർഷിപ്പ് നടക്കുമ്പോൾ ആ വർഷിപ്പിനകത്തേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ വന്നു. ആ കറുത്ത വർഗ്ഗക്കാരനും കൂടെ അവരുടെ കൂടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ പറഞ്ഞു, വെള്ളക്കാർ പറഞ്ഞു, ഇല്ല, ഇത് ഞങ്ങളുടെ മാത്രം സെക്ഷനാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് പ്രവേശനമില്ല. അപ്പം ഈ കറുത്ത വർഗ്ഗക്കാർ
വർഗ്ഗക്കാരൻ പറഞ്ഞു, ഞാനും ബോണഗേനാണ്, ഞാനും വീണ്ടും ജനിച്ചവനാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചവനാണ്. അന്നേരം അവർ തിരിച്ചു പറഞ്ഞു പോലും, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞങ്ങൾ വെള്ളക്കാരുടെ ആരാധനയാണ്, നിനക്ക് ഇതിനകത്ത് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി വാതിലടച്ചു. വെള്ളക്കാർ അതിനകത്തിരുന്ന് നല്ല ആരാധനയാ. പക്ഷേ ഈ കറുത്ത വർഗ്ഗക്കാരൻ പുറത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്തു വന്ന ഒരാൾ തോളെ തട്ടി പറഞ്ഞു, വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട. അന്നേരം ഈ കറുത്ത വർഗ്ഗക്കാരൻ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി, ഇതാരടാ എന്നുള്ള ഭാവത്തിൽ മുഖത്തേക്ക് നോക്കിയപ്പോൾ സക്കുന്നം പറയുവാണ്, അത് യേശു ആയിരുന്നു. യേശു കർത്താവ് ഈ മനുഷ്യനോട്, ഈ കറുത്ത വർഗ്ഗക്കാരനോട് പറയുക, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവന്മാരെന്നെ ഇതിനകത്ത് കയറ്റിയിട്ടില്ല, പിന്നെയാണോ നിന്നെ ഇതിനകത്ത് കയറ്റുന്നേ? ഞാൻ നിങ്ങളോട് പറയാം, വിഭാഗീയതകൾ കൊണ്ടുവന്നത് മനുഷ്യരാണ്. എന്നാൽ യേശു കർത്താവിന്റെ അജണ്ട അതല്ല, യേശു കർത്താവിന്റെ ഹിതം അതല്ല. യേശു കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്, ഏതോ ചിലർക്ക് വേണ്ടിയല്ല. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ ലൈവിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, യേശു കർത്താവ് മരിച്ചത് ഏതോ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് സകല വ്യക്തികൾക്കും വേണ്ടിയാണ്. വായിച്ചാട്ടെ, ഏതു മനുഷ്യനെയും, അങ്ങനെ എഴുതിയിരിക്കുന്നു, ഒന്നുകൂടെ വായിച്ചു. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും. അപ്പം തികഞ്ഞവനായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ആ ക്രിസ്തുവിലുള്ള തികവാണ് വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നത്. എല്ലാ മേഖലകളിലും പെർഫെക്റ്റ്നെസ് വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ മക്കളാണോ? കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണോ? എങ്കിൽ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ക്രിസ്തുവിലുള്ള തികവ്, ക്രിസ്തുവിലുള്ള നിറവ്, ക്രിസ്തുവിലുള്ള വർധനവ് നിങ്ങളിലൂടെ, സഭയിലൂടെ പുറത്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ച, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള തികവ് എങ്ങനെ നമ്മിലേക്ക് വ്യാപരിക്കും, എങ്ങനെ നമ്മിലേക്ക് സ്പ്രെഡ് ചെയ്യും, അതാ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതാ ഇന്നത്തെ സന്ദേശം, നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്. യേശു കർത്താവ് തികഞ്ഞവനാണ്. ഈ വാക്ക് നിങ്ങൾ മറക്കരുതേ, യേശു കർത്താവ് തികഞ്ഞവനാണ്. 1 പത്രോസ് 2:22 പറയുന്നു, എന്റെ കർത്താവ് പാപം ചെയ്യാത്തവനാണ്. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവൻ പാപം അറിയാത്തവനാണ്. അപ്പൊ പാപം ചെയ്യാത്ത കർത്താവ്, പാപം അറിയാത്ത കർത്താവ്. 1 യോഹന്നാനിൽ എഴുതിയിരിക്കുന്നു, 3:5 എഴുതിയിരിക്കുന്നു, അവനിൽ പാപം ഇല്ലാത്തവനാണ്. അപ്പൊ പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ. എബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ പാപികളോട് വേർപെട്ടവനാണ്. വേറൊരു ഭാഗത്ത് യേശു കർത്താവ് പബ്ലിക്കായി നിന്ന്, പരസ്യമായി നിന്ന് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്, നിങ്ങളിൽ ആർ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഇത്ര തികവുള്ള, ഇത്ര തികഞ്ഞവനായ, ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു തികവുള്ളവനാണ്. ഉള്ളിൽ വസിക്കുന്ന കർത്താവ് തികവുള്ളവനാകയാൽ നിങ്ങളെയും തികവുള്ളവനാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെ ക്രിസ്തുവിലുള്ള തികവ്, ക്രിസ്തുവിലുള്ള നിറവ് എങ്ങനെ നമ്മിലേക്ക് വ്യാപരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഞാൻ ഈ മുഖവരകൾ പറഞ്ഞത് ഇതെല്ലാം നിങ്ങളുടെ ഉള്ളത്തിനകത്ത് എഴുതാനാ. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇച്ചിരി ഗഹനമുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഈ വചനത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നു. 3 കാര്യങ്ങൾ പ്രധാനമായി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എങ്ങനെ ക്രിസ്തുവിലുള്ള തികവ് നമ്മിലേക്ക് വ്യാപരിക്കും? കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 4:12, നിങ്ങളിൽ തികഞ്ഞവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും. 4:12 കൊലോസ്യർ, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തികഞ്ഞവരാകുവാൻ, ക്രിസ്തുവിലുള്ള തികവ് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, ക്രിസ്തുവിലുള്ള തികവ് നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ നമ്മിൽ പ്രാർത്ഥനയിലൊരു പോരാട്ടം ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് വിവിധ സഭകളോട്, അഭിഷിക്തന്മാരോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം, നിങ്ങൾ പ്രാർത്ഥനയിൽ എരിവുള്ളവരായിരിക്കണം. കോവിഡ് കാലം വന്നു, നമ്മൾ ലോക്ക്ഡൗൺ ആയി, പലരും വീടുകളിൽ
വീടുകളിലാണ് പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് എവിടെയോ മങ്ങൽ വന്നു. എന്നാൽ ഇന്നു പകലിൽ പ്രാർത്ഥന എന്ന ആയുധത്തിന്റെ മൂർച്ച കൂട്ടുവാൻ പരിശുദ്ധാത്മാവ് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിനകത്തൊരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സ്വർഗം നിറയ്ക്കട്ടെ. 2 മണിക്കൂർ TV കാണാൻ നമുക്ക് ഇഷ്ടമാ, 2 മണിക്കൂർ നമ്മുടെ സുഹൃത്തുക്കളുമായിരുന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റും, 2 മണിക്കൂർ നല്ലൊരു ജോലി ചെയ്യാൻ നമുക്ക് പറ്റും, 2 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, 2 മണിക്കൂർ വേണേൽ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. പക്ഷെ 2 മണിക്കൂർ വീട്ടിനകത്ത് റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് കഴിയുന്നില്ല. കാര്യം ഇത് ജഡത്തിൽ ചെയ്യേണ്ടതല്ല, ഇത് ആത്മാവിനാൽ ചെയ്യേണ്ടതാണ്. ഇന്നു പകലിൽ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സ്വർഗം നിറയ്ക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പ്രാർത്ഥന ദൈവമക്കളുടെ ആയുധമാണ്. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ഉലകത്തിലൊരു ദുർഭൂതത്തിനും കഴിയത്തില്ല. എത്ര വലിയ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നെന്ന് പറഞ്ഞാലും, ഞാൻ ഇങ്ങനെ പറയാം, പ്രാർത്ഥന പായൽ സെറ്റിൽ ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയവും, പ്രാർത്ഥന പായൽ സെറ്റിൽ ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയവും ഉലകത്തിലില്ല. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സ്വർഗം നമ്മെ നിറയ്ക്കട്ടെ. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, എപ്പോഴും പ്രാർത്ഥിപ്പാൻ, ഉണർവോടെ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ ഒരു പോരാട്ടം നമുക്കുണ്ടാകണം. പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പൗലോസ് പറയുന്നു, നിങ്ങൾ തികഞ്ഞവരാകുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. ക്രിസ്തുവിന്റെ തികവ് നമ്മിലേക്ക് വ്യാപരിക്കാൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടാകണം. എപ്പോഴും കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നമുക്കുണ്ടാകട്ടെ. ഇന്നലകളിൽ രഹസ്യമായി കരഞ്ഞവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നടന്നും ഇരുന്നും പ്രാർത്ഥിച്ചവരുണ്ട്, ദിവസങ്ങളോളം പ്രാർത്ഥനകൾ നീണ്ടവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, അതിനെവിടേക്കോ മങ്ങൽ വന്നുപോയി. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അനേകരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അനേക അഭിഷിക്തന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മങ്ങിക്കിടന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ ചാരം മാറി കനൽ പോലെ അത് ജ്വലിച്ചു പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് അനേകരെ നിർബന്ധിക്കുകയാണ്. മലയം ദൈവസഭാ കുടുംബാംഗങ്ങളും ഇപ്പോൾ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേലെല്ലാം പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സ്വർഗം നിറയ്ക്കട്ടെ. കാര്യം എന്തിനാ? നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഒരു പെർഫെക്റ്റ്നെസ് വെളിപ്പെടണം. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ തികവ് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, ക്രിസ്തുവിന്റെ തികവ് നിങ്ങളിൽ വെളിപ്പെടാൻ പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനാൽ നിറഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്ക്. ഇപ്പോൾ ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അനേകരുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ ആത്മാവിനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സ്വർഗം അനേകരെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരെല്ലാം ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആ കരങ്ങളെ മാറോടൊന്ന് ചേർത്ത്, അപ്പൊ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്നൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ. സ്വർഗം നിങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കാൻ പോകുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ പോരാടുക. പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരുവന് ക്രിസ്തുവിന്റെ തികവിനെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് പകരുവാൻ കഴിയോ? ഇന്ന് പകലിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്താൽ മറുപടി നൽകുവാൻ, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്തൊരു ഉത്തരം നൽകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇപ്പോൾ കോവിഡാണ്, പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ്, ഇതൊന്നും നിന്നെ ബാധിക്കാത്ത അളവിൽ സ്വർഗം തന്റെ കൃപയാൽ ജനത്തെ മൂടട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സ്വർഗം നിങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം എവിടെയെല്ലാം കേൾക്കുന്നു, ഏതെല്ലാം വീടുകൾക്കകത്ത് ഈ ശബ്ദം മുഴങ്ങുന്നു, അവിടെയെല്ലാം പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഉയരട്ടെ. ഒരു സ്വർഗം ചിലരുടെ ഭവനങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ. പ്രാർത്ഥനയുടെ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറട്ടെ. അപ്പോൾ ഒന്ന്, പ്രാർത്ഥനയുടെ ആത്മാവ്, പ്രാർത്ഥനയിൽ പോരാടുക. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിന്റെ ആത്മാവിനാലാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിലും ശാസനത്തിലും ഗുണീകരണം 3 കാര്യങ്ങൾ ഉണ്ടാകണം. 1 ഉപദേശം, 2 ശാസനം, 3 ഗുണീകരണം. ഗുണീകരണം എന്ന് പറഞ്ഞാൽ തെറ്റുകളെ തിരുത്തുക. അങ്ങനെ വന്നാൽ നീതിയിലെ അഭ്യാസം നിങ്ങൾക്കുണ്ടാകും. ഞാൻ ആവർത്തിച്ച് പറയാം, ഉപദേശം, ശാസനം,
ഗുണീകരണം. ഇത് മൂന്നും ഉണ്ടാകുന്നത് മുൻപേ വായിച്ചതുപോലെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇത് മൂന്നുമുള്ളത് ദൈവത്തിന്റെ വചനത്തിലാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുന്നതോടൊപ്പം ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ഭക്ഷിക്കണം, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം, ദൈവത്തിന്റെ വചനത്തോട് നിങ്ങൾക്ക് അടങ്ങാത്തൊരാഗ്രഹം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സ്നേഹിക്കണം, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ആസ്വദിക്കണം, ദൈവവചനത്തെ നിങ്ങൾ രുചിച്ചറിയണം. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ദൈവത്തിന്റെ വചനവും നിങ്ങളെ മുറുകെ പിടിക്കും. ദൈവത്തിന്റെ വചനത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഇന്നു പകലിലും സകലത്തെയും തകർക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തെ രൂപമാറ്റപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഇന്നു പകലിലും പലരെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തെ അയച്ച് അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. വചനത്തെ അയച്ച് അവൻ പാപികൾക്ക് വിടുതൽ നൽകുന്നു. വചനത്തെ അയച്ച് അവൻ ചിലരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തെ മാറോട് ചേർത്ത് വയ്ക്കുന്ന ഒരു തലമുറ ഈ നാളുകളിൽ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ തികവ് പുറത്തു വരണമോ? നിങ്ങളിലുള്ള ക്രിസ്തുവിന്റെ തികവ് നിങ്ങളിലേക്ക് വ്യാപരിക്കണമോ? ഒന്ന്, പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകണം. രണ്ട്, വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ ഹൃദയത്തിന് ആനന്ദമായിരിക്കുന്നു. ഇന്ന് പകൽ വചനത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്നവരാണോ? നിങ്ങൾ വചനത്തിൽ ആനന്ദിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആനന്ദത്തെ തല്ലിക്കെടുത്തുവാൻ ഉലകത്തിൽ ഒരു നരകത്തിനും കഴിയത്തില്ല. എത്ര വെല്ലുവിളികൾ വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും നിങ്ങളുടെ നിലനിൽപ്പ് ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ നമ്മിൽ ഒരു തികവ് വെളിപ്പെടത്തുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്ന ആ വചനത്തിനകത്ത് ഉപദേശമുണ്ട്. അതെ, നമ്മെ ഉപദേശിക്കാൻ എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ കാണത്തില്ല, സൺഡേ സ്കൂൾ അധ്യാപകർ നമുക്ക് എപ്പോഴും കാണത്തില്ല, നിങ്ങളുടെ പാസ്റ്റർ എപ്പോഴും നിങ്ങളുടെ പുറകെ കാണത്തില്ല. പക്ഷെ അപ്പോഴും നമ്മെ ഉപദേശിക്കുന്നത് ദൈവത്തിന്റെ വചനമാ. നമുക്ക് മുൻപോട്ട് പോകാൻ ഒരു ഉപദേശം ആവശ്യമാ, ഒരു ഗൈഡൻസ് ആവശ്യമാ. മോനെ, ഇതാണ് വഴി, ഇതിലെ നടക്ക എന്ന് പറഞ്ഞു തരുവാൻ നമുക്ക് എന്നും മനുഷ്യര് കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം സദാസമയം നമ്മുടെ കൂടെ ഉണ്ട്. ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ ഇളകി സമുദ്രമധ്യ വീണാലും, ആകാശം മാറിയാലും, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരത്തില്ല. ദൈവത്തിന്റെ വചനം എന്നും എപ്പോഴും നിലനിൽക്കുന്നതാണ്. ആ വചനത്തിനകത്ത് ഉപദേശമുണ്ട്. ദൈവവചനത്തിലുള്ള ഉപദേശം കേട്ടു വേണം ഒരു ദൈവ പൈതൽ യാത്ര ചെയ്യാൻ. ഇതാകുന്നു വഴി, ഇതിലെ നടക്ക എന്നൊരു ശബ്ദം നമ്മെ കേൾപ്പിച്ച്, ഒരു ഗൈഡൻസ് നമുക്ക് തന്ന്, ഒരു സൈൻ ബോർഡായി ദൈവത്തിന്റെ വചനം നമുക്കുണ്ടാകണം. രണ്ട്, നമുക്ക് ശാസനം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ ശാസിക്കാൻ എപ്പോഴും മാതാവോ പിതാവോ കാണത്തില്ല. പക്ഷേ നമ്മെ ശാസിച്ച് നടത്തുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം. മൂന്ന്, ഗുണീകരണം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ തെറ്റുകൾ തിരുത്തും. നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുകൾ വരാം, നമ്മുടെ ജീവിതത്തിനകത്ത് തെറ്റുകൾ സംഭവിക്കാം. ഈ തെറ്റിൽ തുടരുക എന്നുള്ളതാണ് പാപം. എന്നാൽ ആ തെറ്റിനെ തിരുത്തി നേർവഴിയിലേക്ക് വരിക എന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവചനത്തിൽ നീ വേരൂന്നിയാൽ തെറ്റുകൾ തിരുത്തപ്പെടും. ഇങ്ങനെ ഉപദേശവും ശാസനവും തെറ്റുകൾ തിരുത്തപ്പെടുന്നതുമായിട്ടുള്ള കാര്യമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഉള്ളവൻ നീതിയിൽ അഭ്യസിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെയിനിങ്ങാണ്. ദൈവത്തിന്റെ വചനം ഒരു ട്രെയിനിങ്ങാണ്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ തികവിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ട്രെയിനിങ്ങാണ്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞു സമയങ്ങളിൽ, ഞങ്ങളുടെ ബാല്യകാലങ്ങളിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചൊരു കാര്യം നിങ്ങൾക്കറിയാമോ? രാവിലെ എഴുന്നേൽക്കുമ്പം, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പം, ഞങ്ങളുടെ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഉള്ള ഭിത്തി, ആ ഭിത്തിയിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇന്ന് നീ ബൈബിൾ വായിച്ചോ. അത് കണ്ടോണ്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത്. ഇന്ന് നീ ബൈബിൾ വായിച്ചോ. അത് കാണുമ്പം ഇല്ല, വായിക്കണം എന്നൊരു തോന്നൽ നമുക്ക് വന്നു. നിങ്ങൾക്കറിയാമോ, അങ്ങനെ വചനത്തോടൊരു വലിയ പ്രിയമുണ്ടായി. വചനത്തിൽ രസിക്കാൻ തുടങ്ങി, വചനത്തിൽ ആനന്ദിക്കാൻ തുടങ്ങി. കഴിഞ്ഞ നാളുകളിൽ എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ മലയം ദൈവസഭ യാത്ര ചെയ്തു. എത്ര വലിയ തീയും വെള്ളവും ഒക്കെ വന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ വചനമാ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്തും വെല്ലുവിളികൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അടിച്ചുയലുന്ന
നിന്ന് അലപോലുള്ള വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഉയർന്നു പൊങ്ങിയെന്ന് വരാം. പക്ഷെ അവിടെയെല്ലാം നിനക്ക് ശാന്തമായി സ്വസ്ഥമായി ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറണമോ? ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. ഈ വചനത്തെ നിങ്ങളൊന്ന് സ്വീകരിക്കണം. കുടുംബജീവിതം നയിപ്പാൻ നിനക്ക് ബുദ്ധിയും പരിജ്ഞാനവും ആവശ്യമാണ്. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പലർക്കും അറിയത്തില്ല. ഭാര്യയോട് എങ്ങനെ സംസാരിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുക. ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് വന്നാൽ, ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളത്തിനകത്ത് വന്നാൽ അത് നിന്നെ ബുദ്ധിമാനാക്കും. ഒരു വിഷയം നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ പലർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളത്തിനകത്ത് വന്നാൽ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നൽകും. ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വേരോടട്ടെ. ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള തികവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അപ്പോൾ ഒന്ന്, പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ക്രിസ്തുവിലുള്ള തികവ് വെളിപ്പെടും. രണ്ട്, വചനത്തിൽ നീ വേരൂന്നുമ്പോൾ, വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ആ വചനത്തിലൂടെ ക്രിസ്തുവിന്റെ തികവ് നിങ്ങളിൽ വെളിപ്പെടും. മൂന്നാമത്തെ ഭാഗം അതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ ആ കുറുവാക്യം തന്നെ ഒന്ന് വായിച്ചേ. കൊലോസ്യ ലേഖനം 1:29. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പം ഒന്ന്, പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം ഉണ്ടാകണം. പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. രണ്ട്, വചനത്തെ നമ്മൾ അങ്ങനെ സ്വീകരിക്കണം. മൂന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ പ്രാപിക്കണം. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്തുവിലുള്ള തികവ് ഓരോ വ്യക്തികളിലൂടെയും പുറത്തു വരുന്നത്. മൂന്നാമത്തെ ഭാഗം പ്രസക്തമാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനായി ദാഹിക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൊതിക്കുന്നവരാകണം. ബൈബിൾ പറയുന്നു, ഇത് അത്യന്ത ശക്തിയാണ്. നമ്മുടെ മൺകൂടാരങ്ങളിൽ വെളിപ്പെടുന്നത് ഒരു സാധാരണ ശക്തിയല്ല. നമ്മുടെ മൺകൂടാരങ്ങളിൽ വെളിപ്പെടുന്നത് അത്യന്ത ശക്തിയാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, എന്തോ വില കൊടുത്തത് കൊണ്ട് നമുക്ക് കിട്ടിയതല്ല, നമ്മുടെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് കിട്ടിയതല്ല, മറിച്ച് ദൈവം ദാനമായി തന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ വില കൊടുക്കാതെ നമുക്ക് ദാനമായി നമ്മോടുള്ള സ്നേഹത്താൽ തന്നതിനെയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആദരിക്കണമേ. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്നേഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്നുള്ളതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവ് മാന്യതയുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് പകലിൽ നിങ്ങൾ വായികളെ തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന റൂമിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റത്തെ തരുവാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകലിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തൊന്ന് നടന്ന് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ആ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അത്യന്ത ശക്തി. എന്താ ഈ അത്യന്ത ശക്തി? ഞാൻ ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവിനെ കാറ്റിനോടും, കേട്ടിട്ടില്ലേ? പരിശുദ്ധാത്മാവിനെ കൊടുങ്കാറ്റിനോടും പരിശുദ്ധാത്മാവിനെ തീയോടും ഉപമിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റും തീയും ഒരുമിച്ച് വരുന്നതാണ് അത്യന്ത ശക്തി. നിങ്ങളൊന്ന് കണ്ടേ, കത്തി നിൽക്കുന്ന തീക്കകത്തേക്ക് ഒരു കാറ്റടിച്ചാൽ അത് ആളിപ്പടരുന്നത് പോലെ ഇന്ന് പകലിൽ അത്യന്ത ശക്തി കാറ്റും തീയുമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. എന്തിനാവൻ കാറ്റും തീയുമായി വെളിപ്പെടാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു തികവ് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ മേഖലകളിലും ഒരു നിറവ് വെളിപ്പെടണം, എല്ലാ മേഖലകളിലും ഒരു വർധനവ് വെളിപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ വിട്ട് ആ റൂമിനകത്തൂടെ ഒക്കെ ഒന്ന് നടന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ മേൽ കാറ്റായി തീയായി പരിശുദ്ധാത്മാവ് വെളിപ്പെടട്ടെ. ഒരുവൻ ക്രിസ്തുവിൽ തികഞ്ഞവനാകുന്നത്, ഒന്നവന് പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. രണ്ട്, വചനവുമായി വലിയൊരു അടിയുറച്ച ബന്ധമുണ്ടാകണം. മൂന്ന്, പരിശുദ്ധാത്മാവിനെ ഉള്ളത്തിൽ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഒരുവന് മാത്രമേ തികവിന്റെ അനുഭവങ്ങളിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിലുള്ള തികവ്, ക്രിസ്തുവിലുള്ള നിറവ് നിന്നിലേക്ക് കൊണ്ടുവരുന്നത്
തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന സകല മേഖലകൾക്കകത്തും ഈ നിറവ് വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽ വലിയ ദൈവ സാന്നിധ്യം ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഔവണ്ണം തന്നെ അനുഭവിക്കത്തക്ക അളവിൽ കാറ്റായി തീയായി പരിശുദ്ധാത്മാവ് നമ്മളെ തൊടട്ടെ. ക്രിസ്തുവിന്റെ നിറവ് എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടട്ടെ. ഓ ശുശ്രൂഷകന്മാർ, അനേക ശുശ്രൂഷകന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റ് പോലെ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആർക്കും ചവിട്ടി കെടുത്തി കളയാൻ കഴിയാത്ത ഒരു സ്വർഗീയ അഗ്നിയാൽ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഒരു ദുർഭൂതത്തിന് ഊതിയണയ്ക്കാൻ കഴിയാത്ത സൂര്യപ്രഭ പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങ്. ക്രിസ്തുവിന്റെ തികവ് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. തികയാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യുവല്ല, പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നമ്മെ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ തികവ് നമ്മിലേക്ക് തന്ന് നമ്മെയും തികവുള്ളവരാക്കുവാൻ വേണ്ടി പോകുന്നു. ഇന്നു പകലിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു തികവ് വെളിപ്പെടാൻ പോകുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ആ താഴ്വരയിൽ എല്ലാം ചെതറിയാ കിടക്കുന്നത്, എല്ലാം ഡിസോർഡർ ആയിട്ടാ കിടക്കുന്നത്. എന്നാൽ കാറ്റും തീയും ഒരുപോലെ ഇറങ്ങുമ്പോൾ, സ്വർഗീയ ശക്തി ഒരുപോലെ വ്യാപരിക്കുമ്പോൾ, അസ്ഥി അസ്ഥിയോട് ചേർന്ന് അതിനകത്ത് മാംസം വന്ന് തൊക്കു പൊതിഞ്ഞ് അത് ജീവനുള്ള ഏറ്റവും വലിയ സൈന്യമായി എഴുന്നേറ്റ് നിവർന്ന് നിന്നതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഡിസോർഡറായി കിടക്കുന്ന, ജീവിതത്തിനകത്ത് തകർന്നു കിടക്കുന്ന എല്ലാ മേഖലകളെയും പണിയുവാൻ, നിന്നെ തികവുള്ളവനാക്കുവാൻ ഒരു കരം നിന്റെ പുറകിൽ വെളിപ്പെടാൻ പോകുന്നു. യുദ്ധങ്ങളുടെ മുൻപിൽ പേടിച്ചു നിൽക്കുന്ന, യുദ്ധങ്ങളുടെ മുൻപിൽ ഭയപ്പെട്ടു നിൽക്കുന്ന വിക്കനായ മോശയുടെ പുറകിൽ ഒരു കരം വെളിപ്പെട്ട് സകല യുദ്ധങ്ങളിലും സ്വർഗം ജയം കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് നീ പേടിച്ചരണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, അത് സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, നിന്റെ ശരീരത്തിലെ രോഗങ്ങളായിരിക്കാം, തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം. ഏത് വിഷയത്തിനകത്ത് നീ ഭയപ്പെട്ടിരിക്കുന്നേ, ഏത് വിഷയത്തിനകത്ത് നീ ഭയപ്പെട്ടിരിക്കുന്നേ, ഒരു കരം നിന്നെ തികവുള്ളവനാക്കുവാൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൻ ആരാന്നറിയാത്ത, അമ്മ ആരാന്നറിയാത്ത ഒരു പെൺകുട്ടി വേദപുസ്തകത്തിലുണ്ട്. വചനം പറയുന്നു അവളുടെ പേര് എസ്തേർ എന്നാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അവളുടെ ജീവിതത്തിനകത്തൊരു തികവ് വെളിപ്പെടാൻ, ആ രാജ്യത്ത് അവളുടെ തലയെ ഉയർത്തുവാൻ സ്വർഗത്തിലെ കരം അവളുടെ പുറകിൽ വ്യാപരിച്ചതുപോലെ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ പുറകിൽ ഒരു കരം വെളിപ്പെടാൻ പോകുന്നു. നിന്നെ തികവുള്ളവനാക്കുന്ന ദൈവത്തിന്റെ കരം, നിന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്ന ഒരു കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ യെസ്, വായ്കളെ തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിൽ സ്വർഗം തന്റെ കരം തൊടാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ഈ കരം വെളിപ്പെടട്ടെ. നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ഈ കരം വെളിപ്പെടട്ടെ. നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ഈ കരം വെളിപ്പെടട്ടെ. ഇപ്പോൾ ബിസിനസ്സുകൾ തകർന്ന് നാളെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഭാരത്തോടെ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നു. നോ, നീ തകരുവാൻ, നീ ഉടയുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അവന്റെ കരം നിന്നെ പണിയാൻ പോകുന്നു. ശുശ്രൂഷകൾ തീർന്നു, ശുശ്രൂഷകൾ അവസാനിച്ചു, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുണ്ട്. ഇല്ല, പകുതി വഴിയിൽ നിർത്താനല്ല സ്വർഗം നിന്നെ വിളിച്ചത്. ഒരു കരം നിന്നെ പിടിക്കാൻ പോകുന്നു ബ്രദർ. ആ കരം നിന്നെ തികവിലേക്ക് നയിക്കുന്ന കരമാണ്. കുടുംബ ജീവിതത്തിനകത്ത് തികവില്ലാത്തവർ, കുടുംബ ജീവിതത്തിനകത്ത് തകർന്നിരിക്കുന്നവർ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ആ കരം ചിലരെ പണിയാൻ പോകുന്നു. ക്രിസ്തുവിൽ ചിലരെ തികവുള്ളവരാക്കുവാൻ, ക്രിസ്തുവിൽ നിങ്ങളെ തികവുള്ളവരാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ, ഇന്ന് പകല് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സ്വർഗത്തിലെ കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്വർഗത്തിലെ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആരോ പറയുന്നു, ദേവദാസനെ നിങ്ങൾ തികവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ എന്റെ ജീവിതം മുഴുവനും ശൂന്യതയാണ്, എന്റെ ജീവിതം മുഴുവനും ശൂന്യതയാണ്, ഞാൻ ഒറ്റപ്പെട്ടവനായി കഴിയുന്നു. ഒരു വലിയ കുടുംബത്തിനകത്തായിരിക്കാം ഞാൻ ജീവിക്കുന്നത്, പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടവളാണ്, ഞാൻ ശൂന്യത അനുഭവിക്കുന്നവനാണ് എന്ന് പറയുന്ന ആരോ എന്നെ കേൾക്കുന്നു. ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ശൂന്യതകൾ വരാൻ പോകുന്ന തികവിന്റെ നിറവിന്റെ സൈനാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ശൂന്യതകൾ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? വചനമകത്ത് ചെന്ന ഒരു ദൈവവേദനോട് ചോദിച്ചാൽ അവൻ പറയും, ദൈവം ചിലരെ
അസാധാരണമായ ശൂന്യതകളിലൂടെ കൊണ്ടുപോകാറുണ്ട്. ഇനി ഈ ശൂന്യത മാറുമോ, എൻ്റെ ജീവിതത്തിനകത്ത് ഈ ശൂന്യത ഇനി മാറുമോ എന്ന് തോന്നിക്കത്തക്ക അളവിലുള്ള ശൂന്യതകളിലൂടെ ഒരു പക്ഷേ ദൈവാത്മാവ് നമ്മെ കൊണ്ടുപോയി എന്നിരിക്കും. നിങ്ങൾക്കറിയാമോ, അബ്രഹാമിനെ കുറിച്ച് പഠിച്ചാൽ ഇനി എനിക്കൊരു തലമുറ ഉണ്ടാകുമോ, എന്നിൽ ഇനി ഒരു ജനറേഷൻ ഉണ്ടാകുമോ എന്ന് പോലും തോന്നിക്കത്തക്ക അളവിൽ അബ്രഹാമിനെ ദൈവം ശൂന്യതയിൽ നിർത്തി. ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു കുഞ്ഞിനെ കാണാൻ കഴിയുമോ, ഇനി എനിക്കൊരു തലമുറ ഉണ്ടാകുമോ, ഒരു കുഞ്ഞെങ്കിലും എനിക്കുണ്ടാകുമോ എന്നുള്ള ഏറ്റവും വലിയ ശൂന്യതയിൽ ദൈവം അബ്രഹാമിനെ നിർത്തി. അബ്രഹാമിനെ ആ ശൂന്യതയിൽ നിർത്തിയതിന് ശേഷം ബഹുജാതികളുടെ പിതാവാക്കി അബ്രഹാമിനെ ദൈവം ഉയർത്തിയെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിനകത്തുള്ള സകല ശൂന്യതകളിലും ആ നിറവും തികവും വെളിപ്പെടാൻ പോകുന്നു. ക്രിസ്തുവിൽ എല്ലാവരെയും തികഞ്ഞവനാക്കി നിർത്തുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ വിശ്വസിക്ക്. നിങ്ങളുടെ ശൂന്യതകൾ മാറാൻ പോകുന്നു. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ശൂന്യത ഞാൻ കണ്ടു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു ശൂന്യത ഞാൻ കണ്ടു. പത്രോസേ, നിന്നെ ആ ശൂന്യതയിൽ നിർത്തിയതിന് ശേഷം ആ പടകു പോലും മുങ്ങിപ്പോകത്തക്ക അളവിലുള്ള വലിയ നിറവിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്ക്? ഇപ്പോൾ നിന്റെ പേഴ്സ് കാലിയായിരിക്കാം, നിന്റെ വീടിനകം കാലിയായിരിക്കാം, ശൂന്യത നീ അനുഭവിക്കുന്നതായിരിക്കാം. എന്നാൽ നീ പാർക്കുന്ന ദേശത്തിന് പോലും നിന്നെ വഹിക്കാൻ കഴിയാത്ത അളവിൽ, നീ പാർക്കുന്ന ദേശത്തിന് നിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത അളവിൽ സ്വർഗം നിന്നെ ഉയർത്താൻ പോകുന്നു. സ്വർഗം നിന്നെ മാനിക്കാൻ പോകുന്നു. മലയം ദൈവസഭ ഉയർന്നു വരുത്ത രീതിയിൽ ശൂന്യതകളിലൂടെ പോയതാണ്. ഞങ്ങൾ ശൂന്യതകൾ അനുഭവിച്ചവരാണ്. ഇനി ഉയർന്നു വരുമോ, ഞങ്ങളുടെ തല ഉയരുമോ എന്നുള്ള ഒരു വലിയ ഭീതിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തവരാണ്. പക്ഷേ ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ദേശത്തെ പിടിച്ചടക്കുന്ന അളവിൽ ദൈവം സഭയെ ഉയർത്തിയെങ്കിൽ, ദൈവം സഭയെ വളർത്തിയെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്തും ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ പോകുന്നു. ശൂന്യത ഒരു സൈനാണ്. നീ തികഞ്ഞവനാകാൻ പോകുന്നു. നിന്നെ തികഞ്ഞവനാക്കുന്ന ഒരു സൈനാണ് നിന്റെ ജീവിതത്തിനകത്തുള്ള ശൂന്യതകൾ. ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടവരുണ്ടോ? ജീവിതത്തിനകത്ത് ശൂന്യതകൾ അനുഭവിക്കുന്നവരുണ്ടോ? ശൂന്യതകൾ മാറാൻ പോകുന്നു. ഒരു വലിയ തികവ് വെളിപ്പെടാൻ പോവുകയാണ്. എനിക്ക് ഇന്നത്തെ ശുശ്രൂഷ എഴുന്നേറ്റ് നിന്ന് ചാടി ഓടി തുള്ളിച്ചാടി നിങ്ങളെ ശുശ്രൂഷിക്കണമെന്നുണ്ട്. അതുപോലത്തെ ഒരു ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുക. കാര്യം, ശൂന്യതകൾ ഒരു സൈന. ഇപ്പോഴുള്ള ഇല്ലായ്മയെ കുറിച്ച്, ഇപ്പോഴുള്ള നിന്റെ അവസ്ഥയെ ഓർത്ത് നീ നിന്നെ തന്നെ വിലയിരുത്തേണ്ട. സ്ഥിതികൾ മാറാൻ പോകുന്നു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. കൊടുങ്കാറ്റും തീയും ഒരുമിച്ച് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ഇതെല്ലാം വെളിപ്പെട്ട പൗലോസ് അന്ത്യവാചകം എഴുതി വെച്ചു, ഞാൻ നല്ല പോർ പൊരുതി എന്റെ ഓട്ടത്തെ തികച്ചു. നല്ല പോർ പൊരുതി എന്റെ ഓട്ടത്തെ തികച്ചു. അതേ പ്രിയരെ, ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. അങ്ങകലെ നമുക്ക് വേണ്ടി ഒരു ഭവനം സ്വർഗം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ക്രിസ്തുവിന്റെ തികവ് വെളിപ്പെടാൻ വേണ്ടിയാണ്. ആ വാക്കിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. ഏതു മനുഷ്യനെയും, ഈ ലൈവിൽ ഞങ്ങളെ കാണുന്ന ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയോ ഏതു മനുഷ്യനോടും പ്രബോധിപ്പിക്കുകയോ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിൽ എന്നിൽ ബലത്തോടെ, ആ വാക്കിനെ ഒന്ന് എന്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന, എനിക്ക് ബലമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ബലമുണ്ട്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി ഇന്ന് പകലിൽ നമ്മുടെ മൺകൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. നമ്മുടെ മൺകൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് അല്പസമയം പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപ ചിലരെ മൂടാൻ പോകുന്നു. കർത്താവിന്റെ കൃപ ഇന്ന് പകലിൽ സ്പർശിക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ മാറട്ടെ. നിന്റെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ നമ്മെ തികവുള്ളവനാക്കുന്ന ഒരു വലിയ കൃപ, ക്രിസ്തുവിൽ നമ്മെ ജയാളികളാക്കുന്ന ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ഇല്ല, സ്തോത്രം പറയാൻ പറ്റുന്നവർ സ്തോത്രത്തിൽ ജാഗരിച്ചാട്ടെ. ചിലരുടെ ഭവനങ്ങൾക്കകത്ത് ദൂതന്മാരിറങ്ങുന്നു.
യെസ്, പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി തന്നെ പ്രാർത്ഥിച്ച്. നിന്റെ ഭവനത്തിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉയരട്ടെ, ഉയരട്ടെ. ചിലർക്കു വേണ്ടി മിന്നുന്ന വാളുമായി ദൂതന്മാർ ഇറങ്ങുന്നു. ഓ യെസ് 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 യെസ്. ഒരു കരം ചിലർക്കായി വെളിപ്പെടട്ടെ, ഒരു കരം ചിലർക്കായി വെളിപ്പെടട്ടെ. നമ്മൾ തികഞ്ഞവരല്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു തികഞ്ഞവനാണ്. ആ ക്രിസ്തുവിന്റെ തികവ് നമ്മിൽ വെളിപ്പെടട്ടെ, ക്രിസ്തുവിന്റെ തികവ് നമ്മിൽ വെളിപ്പെടട്ടെ. ശൂന്യതകൾ മാറട്ടെ, നിന്റെ ഭവനത്തിനകത്തുള്ള ശൂന്യതകൾ മാറട്ടെ. ഈ വചനം, ഈ ശബ്ദം ഏതെല്ലാം ഭവനങ്ങളിൽ ഇന്ന് മുഴങ്ങുന്നോ ആ ഭവനങ്ങൾക്കകത്തെല്ലാം ശൂന്യതകൾ മാറട്ടെ. ദേശങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ, നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് സ്വർഗം ഇറങ്ങട്ടെ. കട്ടിയേറിയ മേഘം ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക, വചനത്തിൽ വേരൂന്നുക, പരിശുദ്ധാത്മാവിനെ ധരിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ തികവ് നമ്മിലും വ്യാപരിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി, ധന്യമായി, സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പോർ പൊരുതു ഓട്ടവും തികച്ചു, വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി. നല്ല പോർ പൊരുതു ഓട്ടവും തികച്ചു, വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി. പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവിൻ കൂടെ വസിച്ചിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും പരമനേശുവിൻ കൂടെ പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും പരമനേശുവിൻ കൂടെ പാർത്തിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നു പരമനേശുവിൻ കൂടെ പാർത്തിടാമെന്നു. നല്ല പോർ പൊരുതു ഓട്ടവും തികച്ചു, വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി. നല്ല പോർ പൊരുതു ഓട്ടവും തികച്ചു, വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി. പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവിൻ കൂടെ വസിച്ചിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നു പരമനേശുവിൻ കൂടെ പാർത്തിടാമെന്നു പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും പരമനേശുവിൻ കൂടെ പാർത്തിടാമെന്നു പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും പരമനേശുവിൻ കൂടെ പാർത്തിടാമെന്നും. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതിനുവേണ്ടി പ്രാർത്ഥനയിൽ പോരാടുക, വചനത്തിൽ വേരൂന്നുക, പരിശുദ്ധാത്മാവിനെ ധരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയാഭിഷിക്തൻ ചുരുക്കമായി പിതാവ്, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരികയാണ്. ഞങ്ങളെ കേട്ട ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അവരുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ക്രിസ്തുവിൽ ഞങ്ങൾ വളരുവാൻ, ക്രിസ്തുവിൽ വളർന്ന് ഞങ്ങൾ തികഞ്ഞവരാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനായി ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാചിക്കുകയാണ്. അധികമായി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരിക. അധികമായി ക്രിസ്തുവിൽ വളരണം, അധികമായി ഞങ്ങൾക്ക് തികഞ്ഞവരാകണം. ക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത്, യേശു എങ്ങനെയാണോ ഈ ഭൂമിയിൽ നടന്നത്, അതുപോലെ ഞങ്ങൾക്കും ജീവിക്കുവാൻ, അതുപോലത്തെ ഒരു ലൈഫ് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ അധികമായി ഞങ്ങളുടെ മേൽ തരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു ഇമ്പാർട്ടേഷനെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ട്. അവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പലവിധ ഭാരത്തിനകത്ത് ഇരിക്കുന്നവരുണ്ട്, കർത്താവ് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ലൈഫിനകത്ത് ദൈവത്തിന്റെ അത്ഭുത കരത്തെ കർത്താവ് ഇപ്പോൾ തന്നെ അയക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയവും മനസ്സും തുറന്ന് പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല അനുഗ്രഹങ്ങളും അവരിൽ വസിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ശുശ്രൂഷകൾ
നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ അവസരം കർത്താവ് തന്ന വലിയ പദവിയായി കണക്കാക്കുന്നു. മലയം ദൈവസഭാ കുടുംബാംഗങ്ങൾ, എൻ്റെ പിതാക്കന്മാർ, അമ്മമാർ എല്ലാവരും സൗഖ്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുരക്ഷിതരായി കഴിവതും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുക. ബിസിനസ്സുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിനകത്തെല്ലാം വലിയ വർധനവും നന്മയൊക്കെ കർത്താവ് ചെയ്യട്ടെ, നിങ്ങളെ മാനിക്കട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ ദേശനിവാസികൾ, പ്രത്യേകിച്ച് ഇന്ന് ലൈവിലൂടെ ഞങ്ങളെ കണ്ട ലോകരാജ്യങ്ങൾ, ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ലൈവിലൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തവരുണ്ട്. നിങ്ങളോടുള്ള എല്ലാ സ്നേഹത്തെയും നന്ദിയെയും ആദരവുകളെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗവൺമെന്റിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. എല്ലാവരും സുരക്ഷിതരായി സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബമായിട്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് ഞാൻ പിന്നെയും വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസം നമ്മൾ തമ്മിൽ കാണും വരെ അത്യുന്നതന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കട്ടെ. വിശ്വസിക്കുക. ഗാഡ് ബ്ലെസ് യു. ആമേൻ.